പോവുകയാണ്. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു. കച്ച് ദ്വീപ് കോൺഗ്രസ് ശ്രീലങ്കയ്ക്ക് വെറുതെ നൽകി. കോൺഗ്രസിനെ വിശ്വസിക്കരുതെന്ന് ജനം മനസ്സിലാക്കിയെന്നും നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്ത്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രി പല വേദികളിലും വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രചാരണ പരിപാടികളെല്ലാം തന്നെ. ഇനിയിപ്പോൾ ശ്രീലങ്കയ്ക്ക് ദ്വീപ് നൽകിയ വിഷയങ്ങൾ, അത്തരത്തിൽ നയതന്ത്രപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് പരാജയമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? വിനീത, നയതന്ത്ര തലത്തിലുള്ള കോൺഗ്രസിന്റെ പരാജയം എന്നതിനും അപ്പുറത്തേക്ക് ഈ മോദി അടക്കം ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ കച്ചത്തീവ് വിഷയം സജീവമായി ഉന്നയിക്കുന്നതിന് പിന്നിൽ തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തമിഴ്നാട്ടുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ശ്രീലങ്കയുടെ പ്രദേശമാണ് കച്ചത്തീവ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് പാക് കടലിടുക്കാണ്. ഈ രണ്ട് രാജ്യങ്ങളെയും വേർതിരിക്കുന്ന പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന കച്ചത്തീവ് 1974 ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറിയതായുള്ള വിവരാവകാശ രേഖകളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയായിരുന്നു കോൺഗ്രസിന് കഴിഞ്ഞ 75 വർഷക്കാലം ഉണ്ടായിരുന്നത്. ആ പ്രവർത്തന ശൈലി ഇപ്പോഴും തുടരുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. അത്തരം ഒരു സമീപനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യക്കാർ കോൺഗ്രസിനെ വിശ്വസിക്കരുത് എന്ന തിരിച്ചറിവിലേക്ക് എത്തിയത് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കച്ചത്തീവ് വെറുതെ നൽകുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നും ഈ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുള്ള വിമർശനത്തിൽ നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ബി.ജെ.പി. ഈ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ വിഷയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യബന്ധനത്തിനായി മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ കച്ചത്തീവിൽ അവിടെ പാർക്കാറുണ്ട്. അങ്ങനെ അവിടെ തങ്ങുന്ന സമയത്ത് പലപ്പോഴും ശ്രീലങ്കൻ സേന അവരെ പിടികൂടുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ, അതിൽ തന്നെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദുരിതമുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിച്ചതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രചരണം നടത്തുന്നത് വഴി ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ശരി, കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ കച്ച് ദ്വീപ് വിഷയം ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി ഉയർത്തുന്നത് എന്നാണ് ശരത് കെ ശശി റിപ്പോർട്ട് ചെയ്യുന്നത്.